എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന പള്ളിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ സഹോദരാ. മദ്രസയുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. അതുകൊണ്ട് പടച്ചവര് പൈസ ചോദിക്കുമ്പോ എഴുന്നേറ്റ് പോടല്ലേ, ഇല്ലെന്ന് പറയല്ലേ പെങ്ങള്, ഇല്ലെന്നൊരാൾ പോലും പറയരുത്. നിങ്ങൾക്ക് എന്താണോ കൊടുക്കാൻ പറ്റുന്നത്, ഒരു ചാക്ക് സിമന്റ് ആണെങ്കിൽ അത് മതി സഹോദരാ, ഒരു കല്ലാണെങ്കിൽ അത് മതി സഹോദരാ. നീ അധ്വാനിച്ച പണത്തിൽ നിന്ന് ഒരു 10 രൂപയെങ്കിലും അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് കൊടുക്കാൻ തയ്യാറാകൂ. അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളില്ലെന്ന് പറയരുത്. സദക്കയുടെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാണ്. സദക്ക കൊടുക്കാതിരുന്നാൽ അതിന്റെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാണ്, അതിന്റെ വില നിനക്കറിയാഞ്ഞിട്ടാണ്. എപ്പോഴാണ് അതറിയുന്നതെന്നറിയുമോ? ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അതാ ഖാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. അത് പറയുമ്പോഴാണോ, കേൾക്കുമ്പോഴാണോ, ദുആ ചെയ്യുമ്പോഴാണോ, ഇറങ്ങി പോകുമ്പോഴാണോ? ഫകസഫിനാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. എപ്പോ വേണമെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരാ, ഏത് സമയത്ത് വേണമെങ്കിലും അസ്റായീൽ ഇറങ്ങി വരാ. അസ്റായീൽ വരുമ്പോ എന്റെ വാപ്പ ചോദിക്കുന്നു, അല്ലാ എനിക്കൊരൽപ്പ സമയം വേണം അല്ലാ, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഒരൽപ്പ സമയം വേണമല്ലാ, ഒരൽപ്പ സമയം വേണമല്ലാ. എന്തിനാ വാപ്പാ സമയം ചോദിക്കുന്നത്? പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്തിനാണ് സമയം ചോദിക്കുന്നതെന്നറിയുമോ? നിസ്കരിക്കാനല്ല, ഖുർആൻ ഓതാനല്ല, തൗബ ചെയ്യാനല്ല, യാത്ര പറയാനല്ല, പൊരുത്തം ചോദിക്കാനല്ല. പിന്നെ എന്തിനാ അല്ലാഹ് എടാ നിസ്കരിക്കാനല്ല നീ ചോദിക്കുന്നത്? പടച്ചവനെ, ഖുർആൻ ഓതാനല്ല, പൊരുത്തം ചോദിക്കാനല്ല, യാത്ര പറയാനല്ല. പിന്നെ എന്തിനാണ് ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്? അല്പസമയം ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ? അല്ലാഹുവേ, ഒരുപാട് കൂട്ടിവെച്ചിട്ടുണ്ട് തമ്പുരാനെ, ഒരാൾക്കും കൊടുക്കാതെ. ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചിട്ട് പോലും കൊടുക്കാതെ ഞാൻ ഒരുപാട് കൂട്ടിവെച്ചിട്ടുണ്ട് തമ്പുരാനെ. പള്ളിയെ ചോരുന്ന അവസ്ഥയിൽ കടന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. നാട്ടിലെ മക്കള് പഠിക്കാൻ ഒരു മദ്രസ പണിയാൻ ഒരു ചാക്ക് സിമന്റിന്റെ പോലും ഞാൻ പൈസ കൊടുത്തിട്ടില്ല. എല്ലാം ഞാൻ കൂട്ടി വെച്ചു. എനിക്ക് മനസ്സിലായി കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല എന്ന്. അതുകൊണ്ട് റബ്ബേ എനിക്ക് സദക്ക കൊടുക്കണം പടച്ചവനെ, എനിക്ക് സദക്ക കൊടുക്കണം തമ്പുരാനെ. എൻ്റെ ഭാര്യയോടൊന്ന് പറയണം, പെണ്ണേ, ഞാൻ സമ്പാദിച്ചു വെച്ചതിൽ നിന്നൊരൽപ്പമെങ്കിലും നീ പള്ളിക്ക് കൊടുക്കണേ, മദ്രസയ്ക്ക് കൊടുക്കണേ എന്നൊന്ന് പറയാ. മക്കളെ, ഉമ്മാടെ ശരീരത്ത് കിടക്കുന്ന സ്വർണമെങ്കിലും എല്ലാം നിങ്ങൾ എടുത്തോ. ഈ ശരീരത്ത് കിടക്കുന്ന സ്വർണമെങ്കിലും അല്ലാഹുവിന്റെ പള്ളിക്കൊന്ന് കൊടുക്കണേ എന്നൊന്ന് പറയാൻ ഒരല്പസമയം തരണേ അല്ലാ. ഇല്ല വാപ്പാ, 40 കൊല്ലം 50 കൊല്ലം 60 കൊല്ലം അല്ലാഹു നിനക്ക് തന്നിട്ട് കൊടുത്തില്ലല്ലോ. നാണം കെടും വാപ്പാ, നാണം കെടും പെങ്ങളെ. അതുകൊണ്ട് ആരോടും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല, എഴുന്നേറ്റ് ഓടേണ്ടവർക്കോടാ, ഉറക്കം